ബേസിക്കലി കേരളത്തിലുള്ള വലിയൊരു ശതമാനം ആൾക്കാർ നോൺ വെജ് കഴിക്കുന്നവരാണ്. നമ്പർ 1. അതിനകത്ത് ഈ നോൺ വെജ് കഴിക്കുന്നവരുടെ 60 മുതൽ 70% അവരുടെ വീടുകളിൽ നോൺ വെജ് ഉണ്ടാക്കുന്നവരാണ്. രണ്ടാമത്തേത്, ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നീയും താമസിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ നോൺ വെജ് കഴിക്കുന്ന ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം അവരുടെ വീടുകളിൽ അത് ഉണ്ടാക്കത്തില്ല. അവർ പുറത്തു പോയാൽ കഴിക്കത്തെ. അവർ ബീഫ് വരെ കഴിക്കും. പഴയ ഡൽഹി അല്ല, പഴയ നോർത്ത് ഇന്ത്യ അല്ല ഇന്നത്തെ നോർത്ത് ഇന്ത്യ അല്ല. അത് കാരണം ഡിജിറ്റൽ വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ആഹാരമാണ്. അപ്പം ഈ സിനിമയെന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയായിട്ട് ഇവരുണ്ടാക്കിയെടുത്ത് അതിൻ്റെ ടീസറും അത് കണ്ടു കഴിയുമ്പോൾ വായിലോട്ട് കുത്തിക്കയറ്റുന്നു. എനിക്കും നിനക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. ഒന്നാമത് ബീഫിന് ഇത്രയും വിലയുണ്ട് കേരളത്തിൽ. ഇന്ന് ഡൽഹിയിൽ 350 രൂപ 250 രൂപയൊക്കെ ഉള്ളു ബീഫിൻ്റെ വില. കേരളത്തിലെങ്ങാണ്ട് 350-400 രൂപയൊക്കെ ഉണ്ട്. ഇന്നും ഡൽഹിയിൽ 250 രൂപയൊക്കെ ഉള്ളൂ പലയിടത്തും. അത് മാത്രമല്ല, ഈ രാവിലെയുള്ള സമയത്തൊക്കെ പോയിട്ട് കുറച്ച് വൈകി കഴിഞ്ഞ് ഈ സാധനം കിട്ടത്തില്ല. അത്ര ഡിമാൻഡുള്ള സാധനമാണ്. അതുമല്ല, കടകളിൽ ഈ ബീഫ് പൊറോട്ട എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ പോപ്പുലറാണ്. ഈ സാധനം വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പ്രൊഡ്യൂസർ ഇമാരി എനിക്ക് തോന്നുന്നു പല കേരളത്തിലുള്ള മലയാളികൾ പറഞ്ഞു കൊടുത്തുണ്ടാക്കിയതാണ്. അവർ ഐഡിയയിലാണ് ഇപ്രാവശ്യം പെണ്ണിൻ്റെ ഇഷ്യൂ മാറ്റിയിട്ട് ബീഫ് വായിലോട്ട് കയറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുപോയത്. എന്നിട്ട് ജിബൻ പറഞ്ഞ പോലെ അവർ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ ഒറ്റ മലയാളിയില്ല അതിൻ്റെ അകത്ത്. ഇത് മലയാളി ഇല്ലാത്തത്. ഈ 36 പേരിലത്തെ എത്ര പേര് സത്യമായിരിക്കും? ഇവിടെ നരേറ്റീവ് ഉണ്ടാക്കാൻ, ഇതേപോലെ ഡ്രാമ കാണിക്കാൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഗ്രൂപ്പുകൾ വളരെ മുമ്പിലാണ്.